ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പാലക്ക് ഡാൽ ഫ്രൈ, അതായത് പാലക് ഡാൽ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൂങ് ഡാലും കുറച്ച് മസൂർ ഡാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ടും അര കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. ആ സമയത്ത് ഒരു 3 സവോള നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ 2-3 പച്ചമുളക് കൂടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകം നമുക്കിട്ട് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇടാം. ജീരകം, കടുക് ഇതിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. നമ്മുടെ പാലക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ഇലയിൽ എല്ലായിടത്തും യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഈ മസാലയെല്ലാം ഇലകളിലെല്ലാം പിടിച്ച് ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.